അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 101ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഖന്തക്ക് യുദ്ധത്തിന് ശേഷം ഹിജ്റ വർഷം 6-ലാണുള്ളത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഖുർത്തയിലേക്ക് നടത്തിയ സൈനിക പര്യടനം, സുമാമ ഇബ്ൻ ഉസാൽ ആ രാജാവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം, കഴിഞ്ഞ എപ്പിസോഡിൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായിട്ട് നടന്ന വിവാഹം, അതെല്ലാം നമ്മൾ പരാമർശിച്ചു. പിന്നീട് ഹുദൈബിയ സന്ധിക്ക് തൊട്ടു മുമ്പായിട്ട് അരങ്ങേറുന്ന നിരവധി 10-ലധികം ഗസ്വകളും സരിയകളും ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗസ്വയും സരിയയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ സീറയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ, അതാണ് ഗസ്വകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം റസൂലുള്ളാഹി പങ്കെടുക്കാതെ പറഞ്ഞയച്ചിട്ടുള്ള ആ സൈനിക നിയോഗങ്ങൾ, ആ മിഷനുകൾ, അതിനെ സരിയകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഹുദൈബിയ സന്ധിക്ക് തൊട്ടു മുമ്പായിട്ട് ഇത്തരത്തിലുള്ള നിരവധി ഗസ്വകളും സരിയകളും അവിടെ അരങ്ങേറുന്നുണ്ട്. അതെല്ലാം ഒന്നിച്ചുണ്ടാക്കിയ ആ ഒരു പ്രഷർ, ആ ഒരു ഡോമിനോ എഫക്റ്റാണ് യഥാർത്ഥത്തിൽ ആ ഒരു സന്ധിയിൽ ഒപ്പുവെക്കാൻ ഖുറൈശികളെ നിർബന്ധിതരാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ ഹുദൈബിയ സന്ധിയിലേക്ക് പ്രവേശിക്കാൻ. പിന്നീട് യുദ്ധമില്ലാത്ത നിരവധി വർഷങ്ങൾ, ഇസ്ലാമിൻ്റെ ആ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയരുന്നതെല്ലാം ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ ആ ഇടക്കാലത്ത് അരങ്ങേറിയിട്ടുള്ള അത്തരം സൈനിക നിയോഗങ്ങൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ പലതും ബ്ലാങ്കാണ്. അവിടെ യുദ്ധമൊന്നും അരങ്ങേറുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, നിരവധി പാഠങ്ങൾ ലഭിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഓരോന്നിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകൾ, ചില സരിയകൾ, ചില ഗസ്വകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ സീറ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഹിജ്റ വർഷം 6-ലാണുള്ളത്. ആ ഒരു വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ, ചില റിപ്പോർട്ടുകളിൽ ജമാദുൽ ഊല മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഒരു ഗസ്വ. റസൂലുള്ളാഹി ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ബനൂ ലഹ്യാനുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഒരു സംഘമായിട്ട് മദീനയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബനൂ ലഹ്യാൻ എന്നുള്ള ആ ഒരു ഗോത്രം, അവർ മക്കയോടടുത്ത്, ഏകദേശം മക്കയിൽ നിന്നും 75 കിലോമീറ്റർ അകലെയുള്ള ഒസ്ഫാൻ എന്നുള്ള പ്രദേശത്താണ് അവർ ജീവിക്കുന്നത്. മദീനയിൽ നിന്നും 100-300 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ആ ഒരു പ്രദേശം. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ ലഹ്യാനുകാരെ ലക്ഷ്യം വെച്ച് പുറപ്പെടാനുണ്ടായ കാരണം? അത് അറിയണമെങ്കിൽ നമ്മൾ സീറ ഒരു 2 വർഷം ബാക്കിലേക്ക് നമ്മൾ റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഹിജ്റ വർഷം 4-ൽ അരങ്ങേറിയ റജി സംഭവം സീറയുടെ 82ാമത്തെ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പരാമർശിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ ഒരു സംഭവത്തിൽ ഹുദൈൽ ഗോത്രത്തിലെ ഒരു ലീഡർ, അയാൾ മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട്, ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരാണ്, അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട ചില ആളുകളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അത് വിശ്വസിച്ച് പ്രധാനപ്പെട്ട 10 സ്വഹാബികളെ, മർസദ് ഇബ്ൻ അബി മർസദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-അംഗ സംഘത്തെ ഇയാളുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ചതിയായിരുന്നു. വഴിയിൽ വെച്ച് ഈ 10 ആളുകളെയും ക്രൂരമായിട്ട് അവർ കൂട്ടക്കൊല ചെയ്യുകയാണ്. അപ്പോൾ അവർ കഴിയുന്ന വിധമെല്ലാം പൊരുതി നോക്കി. 10-ൽ 8 ആളുകൾ ആ സ്പോട്ടിൽ തന്നെ ഷഹീദായി. അവശേഷിച്ച 2 ആളുകൾ, ആസിം ഇബ്ൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് അവർ വികൃതാക്കാൻ നോക്കിയ സമയത്താണ് ആ കടന്നൽ കൂട്ടത്തെ വിട്ട് അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചത്. അതേപോലെ തന്നെ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് വധിക്കുന്നതിന് തൊട്ടുമുമ്പ് അവസാനമായിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച ആ സംഭവമെല്ലാം ആ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസവഞ്ചന ചെയ്ത ക്രൂരമായിട്ടുള്ള കൂട്ടക്കൊലക്ക് ഉത്തരവാദികളായിട്ടുള്ള ആ ഗോത്രത്തെ ലക്ഷ്യം വെച്ചാണ് റസൂലുള്ളാഹി ഇപ്പോൾ പുറപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പകരം ചോദിക്കാൻ ഇത്രയും ലേറ്റായത്? സ്വാഭാവികമായിട്ട് ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ്. കാരണം അവരത് ചെയ്തത് ഹിജ്റ വർഷം 4-ലാണ്, 2 വർഷം പിന്നിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗോത്രക്കാർ അവർ മക്കയുടെ അടുത്ത പ്രദേശത്താണ്, മക്കയിൽ നിന്നും 10-70 കിലോമീറ്റർ അപ്പുറത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കയിൽ ഖുറൈശികളുണ്ട്. അപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിലായിരിക്കാം റസൂലുള്ളാഹിക്ക് ലഭിച്ചിട്ടുണ്ടാവും, അല്ലാഹു അലം. അതുമാത്രമല്ല, ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ ഖന്തക്കിന് ശേഷമാണ്. ഖന്തക്കിൽ ഖുറൈശികൾക്കേറ്റ പരാജയം, ആ ഒരു പശ്ചാത്തലം അതിന് അനുകൂലമായിട്ട് വന്നിരിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 200ഓളം വരുന്ന അനുയായികളായിട്ട് 20 അശ്വഭടന്മാർ, കുതിരപ്പടയാളികളെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു സംഘമായിട്ട് മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ ആ മദീനയുടെ ചുമതല പല സമയത്തെന്ന പോലെ അന്ധനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ളാഹി ചുമതല നൽകുന്നത്. അപ്പോൾ വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു റസൂലുള്ളാഹി ഈ ഒരു ദൗത്യം പ്ലാൻ ചെയ്തത്. ഒരാൾക്കും അറിവില്ലായിരുന്നു. റസൂലുള്ളാഹി ആദ്യം മദീനയിൽ നിന്നും പുറപ്പെട്ട സമയത്ത്
ആ മക്കയുടെ നേർ വിപരീത ദിശയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ആരംഭിക്കുകയാണ്. ഷാമിൻ്റെ ആ ഭാഗത്തെ വടക്ക് ഭാഗത്തേക്ക് റസൂലുള്ള പോവുകയാണ്. ആ കൂടെ പോകുന്ന ആളുകൾക്ക് പോലും റസൂലുള്ളാഹിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു. ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷം പെട്ടെന്നൊരു യൂ ടേൺ എടുത്ത് പിന്നീട് മക്കയുടെ ഭാഗത്തേക്ക് തിരിയാണ്. കാരണം അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. കാരണം മദീനയിൽ നിരവധി മുനാഫിക്കളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ ഈ മിഷനെ സംബന്ധിച്ച് യാതൊരു ക്ലൂവും അവർക്ക് നൽകാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ആ രൂപത്തിലാണത് ആ യാത്ര ആരംഭിച്ചത്. അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പ്രകാരം ആ ഒരു യാത്രയിലാണ് അത്ര ആദ്യമായിട്ട് റസൂലുള്ളാഹി ആ യാത്രയുടെ ആ പ്രാർത്ഥന ദുആഉ സഫർ അത് ആദ്യമായിട്ട് ഉരുവിടുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. ആ ഒട്ടകം മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി ആ ഒരു പ്രാർത്ഥന ഉരുവിടാണ്. അതിൻ്റെ ആദ്യ ഭാഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിൻ്റെ 13ഉം 14ഉം ആയത്തുകളിൽ കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതിൻ്റെ പൂർണ്ണരൂപം ഹദീസുകളിലും വരുന്നുണ്ട്. അപ്പം അന്ന് റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തിരുന്നാണ് ആ പ്രാർത്ഥന ഉരുവിട്ടതെങ്കിൽ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ അറബ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് അറബ് ഫ്ലൈറ്റുകളിലെല്ലാം ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട്. എത്ര മനോഹരമാണ്. ഒരു യാത്രക്ക് വേണ്ട ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മുഴുവൻ വിഭവവും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ. ആ പ്രാർത്ഥനയുടെ ആ ഭംഗി പലപ്പോഴും നമ്മുടെ ദീൻ്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരൊറ്റ പദം മാത്രം ചിന്തിച്ചോ, മുൻഖലിബൂൻ എന്നുള്ള ആ ഒരു പദം. ആ ഒരു പദം പിന്നീട് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്ന ഒരു കോണ്ടക്സ്റ്റ് സൂറത്തുൽ അറാഫിൻ്റെ 120 വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് മത്സരിക്കുന്ന ഫിർഔൻ്റെ കൊട്ടാരാണ് രംഗം. അതിൽ അവിടെ എത്തിയിട്ടുള്ള സാഹിറുകൾ, മജീഷ്യന്മാർ, അവർ ആ പാമ്പെല്ലാം ആ വടിയെല്ലാം നിലത്തിട്ട് ആ സത്യം അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഉടനെ തന്നെ അവർ ആ സത്യം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഫിർഔൻ അവരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സമയത്ത് അവർ നൽകുന്ന മറുപടി ഖാലു ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഫിർഔൻ, നീ ഞങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഏതായാലും ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, തിരികെ പോകേണ്ടവരാണ്. ലമുൻഖലിബൂൻ. അവരുടെ ആ യഖീന് നോക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ മരണവാർത്ത അല്ലെങ്കിൽ എന്തൊരു അപകട വാർത്ത കേട്ടാലും നമ്മൾ പറയാറുള്ളത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള പദമാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റാജിഊൻ എന്നുള്ള ആ പദം അതിൻ്റെ സ്ട്രോങ്ങർ വെർഷനാണ് മുൻഖലിബൂൻ എന്നുള്ള പദം. റാജിഊൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്നും പോയി അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതാണെങ്കിൽ മുൻഖലിബൂൻ എന്നുള്ളത് യശീറു ഇല തഹവ്വുലി വ തഖല്ലുബ്, ഒരു സ്ഥലത്തു നിന്നും പോയി മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള യാത്ര. ഇപ്പോൾ ദുനിയാവിലുള്ള നമ്മുടെ ഈ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും നമ്മളേവരും അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയിലാണ്. ഇപ്പോൾ റസൂലുള്ള ഹദീസിലും കുൻ ഫി ദുനിയാക അന്നക ഗരീബ് ഔ ഗാബിറു സബീൽ, നിങ്ങൾ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. അപ്പോൾ ദുനിയാവിലുള്ള ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമയാത്രയെ ഉണർത്തുന്നതാണ്. നമ്മൾ ഓരോ സമയത്ത് യാത്രക്ക് പുറപ്പെടുമ്പോഴും അത് അവസാന യാത്രയാകാനുള്ള സാധ്യതകളേറെയാണ്. ദുനിയാവിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ആരംഭിച്ച് ആ യാത്ര ബർസഖിൽ അവസാനിക്കുന്നതായേക്കാം. അപ്പോൾ ഓരോ യാത്രയും അന്തിമയാത്രയെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 197 വചനത്തിൽ ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഹജ്ജ് യാത്രയിൽ ഒരുക്കേണ്ട തഖ്വയാകുന്ന വിഭവത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭൗതിക യാത്രയിൽ ആത്മീയമായിട്ടൊരു കാര്യത്തെ അള്ളാഹു ഉണർത്തുകയാണ്. അത് പറയാനുള്ള കാരണം ഈ മുൻഖലിബൂൻ എന്നുള്ള ആ ഒരു പദം പിന്നീട് കടന്നു വരുന്നത് നമ്മൾ ആ യാത്രയുടെ പ്രാർത്ഥനയിലാണ്. ഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. അതായത് ദുനിയാവിലെ ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമയാത്രയെ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ. ശേഷം ആ പ്രാർത്ഥനയിൽ പിന്നീട് റസൂലുള്ളാഹി അള്ളാഹിനോട് ചോദിച്ച കാര്യങ്ങൾ നോക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ. ആ യാത്രയിലുടനീളം ആ പുണ്യവും അതേപോലെ തന്നെ തഖ്വയെല്ലാം മുറുകെ പിടിക്കാൻ ആ ഒരു കരുത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. കാരണം നമ്മൾ പറയാറുണ്ട് ഒരാളെ തനിനിറം മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് അയാളുടെ കൂടെ യാത്ര ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ടത് കാര്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സഫറന ഹാദാ വതുബ് അന്നാ ബുഅദ. ഓ അല്ലാ, ഈ യാത്ര എനിക്ക് എളുപ്പാക്കി തരണേ, അതിൻ്റെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ എന്നുള്ളതാണ്. അപ്പോൾ ആ യാത്ര എളുപ്പാക്കാൻ വേണ്ടി യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി പ്രതിബന്ധങ്ങൾ കയറി വരാനുള്ള സാധ്യതകളേറെയാണ്. അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അതോടൊപ്പം ആ യാത്രയുടെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം 20 കിലോമീറ്റർ 10 ആകാൻ പോകുന്നില്ല. പക്ഷേ ചില ദീർഘദൂര യാത്രകൾ നമ്മൾ പറയാറുണ്ട് എത്തിയത് അറിഞ്ഞില്ല, അപ്പോൾ സമയം ആപേക്ഷിക്കാണെന്ന് പറയാറുണ്ട്. അത്രയും ആ രൂപത്തിൽ ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഇപ്പോൾ റസൂലുള്ളാഹി ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് 10,000 വർഷം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരൊരു ഫർള് നമസ്കരിച്ച സമയമായിട്ട് മാത്രമേ അനുഭവപ്പെടുമെന്നെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ആധുനിക കാലത്ത് നിരവധി ട്രാഫിക്കും മറ്റും കാരണമെല്ലാം
നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് എത്തിക്കൊള്ളുന്ന വരെയില്ല. അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾക്കെല്ലാം രക്ഷ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ പിന്നീട് ആ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ വൽ ഖലീഫത ഫിൽ അഹൽ. ഓ അല്ലാഹ്, ഈ യാത്രയിലുടനീളം നീയാണ് എൻ്റെ കൂട്ടുകാരൻ. അതേപോലെ തന്നെ ഞാൻ വിട്ടുപോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പകരക്കാരൻ, അവരുടെ സംരക്ഷകനും നീയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ആ വീടും വീട്ടുകാരെയും നമ്മുടെ സമ്പത്തെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയും സംരക്ഷകൻ അള്ളാഹു ആണ്. ആ യാത്രയിലുടനീളം നമ്മുടെ കൂട്ടുകാരനായിട്ടും അള്ളാഹു കൂടെയുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും. സുബ്ഹാനല്ലാഹ്. ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ. ഓ അല്ലാഹ്, യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണ്. ചേർത്ത് വായിക്കേണ്ടത് സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണ്. കാരണം യംനഉ അഹദക്കും നൗമഹു വ തുആമഹു വ ശറാബഹു. യാത്ര കാരണം നിങ്ങളുടെ ഉറക്കം, ഭക്ഷണം, അതേപോലെ തന്നെ അതെല്ലാം തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആ നോർമൽ റൊട്ടീന് അത് യാത്രയിൽ നമുക്ക് പല സമയത്തും ബ്രേക്കാവും. നമ്മൾ വിചാരിച്ച സമയത്ത് ഭക്ഷണം കിട്ടിക്കൊള്ളുന്നില്ല, വേണ്ട രൂപത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞോളുന്നില്ല. ആ രൂപത്തിലെല്ലാം ചിന്തിക്കുന്ന സമയത്ത് യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണ് റസൂലുള്ളാഹി പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അതോടൊപ്പം വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലിബു ഫിൽ മാലി വല്ലഹൽ, ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളിൽ നിന്നും പ്രത്യേകമായിട്ട് രക്ഷ ചോദിക്കുകയാണ്. അത്തരത്തിൽ നിരവധി, അള്ളാഹു നമ്മളേവരെയും സംരക്ഷിക്കുമാറാകട്ടെ, നിരവധി അപകടങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനുള്ള സാധ്യതകളേറെയാണ്. അതിൽ നിന്നും അതേപോലെ തന്നെ കുടുംബത്തിലും സമ്പത്തിലെല്ലാം വിഷമകരമായിട്ടുള്ള പരിണിതികൾ ഉണ്ടാകുന്നതിന് തൊട്ടും. ഇപ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, മരണപ്പെട്ടാൽ അത് കുടുംബത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ്. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ ചോദിച്ചുകൊണ്ടാണ് ആ യാത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വേളയിലാണ് റസൂലുള്ളാഹി ആദ്യമായിട്ട് ഉരുവിട്ടത്. ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ മുഴുവൻ മനപ്പാടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 200 പേരടങ്ങുന്ന സൈന്യമായിട്ട് മക്കയുടെ ദിശയിലേക്ക് തിരിഞ്ഞ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ദീർഘദൂരം താണ്ടി മക്കക്കും മദീനക്കും ഇടയിലുള്ള ഹുദൈബിയയുടെ സമീപത്തുള്ള ഒരു വാലി, ഒരു താഴ്വരയിൽ എത്തിയ സമയത്ത്, വാദി അൽ ഖുറാൻ താഴ്വരയിൽ എത്തിയ സമയത്ത് റസൂലുള്ളാഹി അവിടെ യാത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ശേഷം അവിടെ ഇറങ്ങി നേരത്തെ ഞാൻ പറഞ്ഞ റജീ സംഭവത്തിൽ വധിക്കപ്പെട്ട ഷഹീദായിട്ടുള്ള സ്വഹാബികൾക്ക് വേണ്ടി അവിടെ വെച്ച് റസൂലുള്ളാഹി ദീർഘനേരം പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ താഴ്വരയിൽ വെച്ചായിരുന്നു ഈ ബനൂ ലഹിയാൻ ഗോത്രക്കാർ അവരെ ചതിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ റസൂലുള്ളാഹിയും സംഘവും ആ ബനൂ ലഹിയാനുകാരുടെ ആ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ചില ചാരന്മാർ മുഖേന റസൂലുള്ളാഹിൻ്റെ ആഗമന വിവരത്തെ സംബന്ധിച്ചുള്ള വാർത്ത അവർക്ക് മുൻകൂട്ടി ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി 2 ദിവസത്തോളം അവിടെ തന്നെ തങ്ങി. അതായത് മുസ്ലിങ്ങളുടെ ആ ശക്തിയും ക്ഷമതയെല്ലാം ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി അവിടെ തമ്പ് ചെയ്തു. അവിടെ യുദ്ധമൊന്നും സംഭവിച്ചില്ല. റസൂലുള്ളാഹി തിരിച്ച് മദീനയിലേക്ക് തന്നെ മടങ്ങാണ്. അപ്പോൾ മക്കയുടെ സമീപ പ്രദേശമായിട്ടുള്ള ഒസ്മാനിലാണ് മുസ്ലിങ്ങൾ ഈ സമയത്തുള്ളത്. ഏതായാലും ഇത്രയും ദൂരമെല്ലാം യാത്ര ചെയ്ത് വന്നതല്ലേ, ആ മക്കയിലുള്ള ശത്രുക്കളെ ഖുറൈശികളൊന്ന് വരട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 10 അശ്വഭടന്മാരെ, കുതിരപ്പടയാളികളെ ആ ഭാഗത്തേക്ക് പറഞ്ഞേക്കാണ്. മക്കക്കാരെ ഒന്ന് ഭീതിപ്പെടുത്തുമാർ അവരുടെ മുമ്പിലൂടെ മാർച്ച് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി അവരോട് നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 10 പേരടങ്ങുന്ന ആ സംഘമായിട്ട് ഖുറാ അൽ ഗമീം, മക്കയുടെ അടുത്ത ആ ഒരു പ്രദേശത്തെത്തുകയാണ്. അപ്പോൾ ഖുറൈശികൾ ആ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടെ അവർ ഭയന്ന് മുസ്ലിങ്ങൾ യുദ്ധത്തിന് വന്നതാണെന്ന് ധരിച്ച് അവർ അങ്ങേയറ്റം അസ്വസ്ഥരാവാണ്. കാരണം ആ ഖന്തക്കിൻ്റെ ക്ഷീണം തന്നെ അവർക്ക് മാറിയിട്ടില്ല. ചില റിപ്പോർട്ടുകളിൽ ഖുറൈശികൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ആ ഒസ്മാൻ്റെ ആ ഭാഗത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഖാലിദ് ഇബ്നുൽ വലീദും സംഘവും ഒരു ഭാഗത്തും, മറുഭാഗത്ത് മുസ്ലിങ്ങളായിട്ട് പരസ്പരം മുഖാമുഖം അവർ തമ്പടിക്കുകയാണ്. യുദ്ധമൊന്നും നടക്കുന്നില്ല. അതിനിടയിൽ മുസ്ലിങ്ങളുടെ ളുഹർ നമസ്കാരത്തിനുള്ള സമയമായി. മുസ്ലിങ്ങൾ ഒന്നടങ്കം ളുഹർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ അവർ ആ നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ശത്രുക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇത് നല്ല അവസരമാണ്, നമസ്കരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഇനി നമസ്കാരം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഒരുക്കണം. അപ്പോൾ ഉടനെ തന്നെ ശത്രുക്കളിൽപ്പെട്ട മറ്റൊരാൾ പറഞ്ഞു, തഅതി അലൈഹിം അൽ ആന സ്വലാത്ത് ഹിയ അഹബ്ബു ഇലൈഹിം മിൻ അബ്നാഇഹിം. അതായത് അവർക്ക് ഇനി ഒരല്പം കഴിയുമ്പോൾ മറ്റൊരു നമസ്കാരം വരാനുണ്ട്. അത് അവർ മക്കളേക്കാൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെക്കാളെല്ലാം അവരിഷ്ടപ്പെടുന്ന ഒരു നമസ്കാരം അവർക്ക് ഇനി വരാനുണ്ട്. അത് അസ്ർ നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അവിശ്വാസികളിൽപ്പെട്ട ഒരാൾ പോലും മുസ്ലിങ്ങളുടെ അസ്ർ നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവർ നൽകുന്ന ആ പരിഗണന മനസ്സിലാക്കുകയാണ്.
കുടുംബത്തേക്കാൾ അല്ലെങ്കിൽ ആ മക്കളേക്കാൾ അവരിഷ്ടപ്പെടുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം, റസൂലുള്ള ഒരു ഹദീസിലും അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്നത് ഫകഅന്നമാ ഉത്തിറ അഹ്ലഹു വ മാലുഹു, അയാൾ കുടുംബത്തെയും സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് റസൂലുള്ള പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലും ആ ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട ആ ചർച്ചക്കിടയിൽ സൂറത്തുൽ ബഖറയുടെ 238 വചനം, അതായത് കുടുംബം നഷ്ടപ്പെടാനുള്ള ത്വലാഖ്, അതിനിടയിൽ ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിത്തീൻ, അവിടെയും അള്ളാഹു നമസ്കാരത്തെ മുറുകെ പിടിക്കാൻ പറയുന്നുണ്ട്. അവിടെയും ആ സ്വലാത്തുൽ വുസ്ത എന്നുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അസർ നമസ്കാരമാണെന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് അവർ അസർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കുക. കാരണം മുഴുവൻ ആളുകളും നമസ്കാരത്തിലാണ്, ഈസി ടാർഗറ്റാണ്. അപ്പം അതിനുവേണ്ടി പദ്ധതി ഒരുക്കിയ സമയത്ത് ആ ലൊഹർ കഴിഞ്ഞ് അസറിനിടയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയായിട്ട് വരാണ്. ആ സമയത്താണ് സ്വലാത്തുൽ ഖൗഫ്, ഭയസമയത്തുള്ള നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട വഹി സൂറത്തുൻ നിസാഇൻ്റെ 101 മുതൽ 104 വരെയുള്ള ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ. അപ്പോൾ ഭയസമയത്ത് ആ ഭയത്തിൻ്റെ നമസ്കാരം അത് പ്രത്യേക രൂപത്തിലാണ്. മുഴുവൻ ആളുകളും ഒരേ സമയത്ത് നമസ്കരിക്കില്ല. ഒരു വിഭാഗം ആളുകൾ ശത്രുവിനെ അഭിമുഖീകരിച്ച് അവിടെ നിൽക്കും, പിന്നീട് അവർ വന്ന് നമസ്കരിക്കാൻ വരും, അടുത്ത ബാച്ച് അങ്ങോട്ട് പോകും. ആ രൂപത്തിലാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ആ ഒരു വഹി ലഭിച്ച് പിന്നീട് അസർ നമസ്കാരം അവർ ആ രൂപത്തിലാണ് നമസ്കരിച്ചത്. അതോടുകൂടെ ശത്രുക്കൾ മുഴുവൻ നിരാശരാവണം, അവരുടെ മുഴുവൻ പദ്ധതികളും പൊളിയാണ്. പിൻകാലഘട്ടത്തിൽ ഇതേ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഉടനെ ഇസ്ലാമിലേക്ക് വരാനിരിക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ടുള്ള ചരിത്രത്തിലും ഹുദൈബിയ സന്ധിയുടെ സമയത്തും റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വേണ്ടി ചില ആസൂത്രണ ചില പദ്ധതികൾ ഒരുക്കി അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് റസൂലുള്ളാഹി ഓൾറെഡി അവിടെ ഒന്നും പോയിരുന്നു. അപ്പോൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യം ആ സമയത്തുടനീളം എനിക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ഖാലിദ് റളിയല്ലാഹു അൻഹു അതിസമർത്ഥനാണ്. ഞാൻ ഏത് രൂപത്തിൽ പദ്ധതികൾ ഒരുക്കിയാലും അഭൗതികമായിട്ട് എന്തോ ഒരു സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ട് ആ സമയത്തുടനീളം റജുലുൻ മംനൂ, അതായത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ടൊരു പ്രൊട്ടക്ഷൻ എവിടെ നിന്നോ ലഭിക്കുന്നതായിട്ട് ആ സമയത്തുടനീളം എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കാരണം ഞങ്ങൾ എങ്ങനെ പദ്ധതികൾ ഒരുക്കിയാലും റസൂലുള്ളാഹി അതിനെ മറികടക്കുന്ന രൂപത്തിൽ എനിക്ക് ആ രൂപത്തിലെല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അത് അള്ളാഹു നൽകിയ വാഗ്ദാനാണ്. സൂറത്തു മാഇദയുടെ 67 വചനത്തിൽ വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു ജനങ്ങളിൽ നിന്നും റസൂലുള്ളാഹിനെ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു വാഗ്ദാനം. അപ്പോൾ അവരെത്ര ശ്രമിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ കീഴടക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും യുദ്ധമൊന്നുമില്ലാതെ ഇരുകൂട്ടരും അവിടെ വെച്ച് പിരിയാണ്. അത് തന്നെ ആയിരുന്നു റസൂലുള്ളാഹി ഉദ്ദേശിച്ചതും. ഖുറൈശികളുടെ മനസ്സിൽ ഭയം വിതക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അത് നേടിയതോടുകൂടെ മുസ്ലിങ്ങൾ അവിടെ നിന്നും മദീനയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പിന്നീട് ഒരല്പം കഴിയുമ്പോൾ വരാനുള്ള ഹുദൈബിയ സന്ധിയിലേക്ക് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു സൈഡ് പോയിന്റ്, ഈ സ്വലാത്തുൽ ഖൗഫ് ഭയമായിട്ട് ബന്ധപ്പെട്ട നമസ്കാരം അത് മറ്റൊരു യുദ്ധ സന്ദർഭത്തിലാണെന്നും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറയുടെ മറ്റേതോ ഭാഗത്ത് അതിനെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഇതാണ് ആ ബനൂ ലിഹ്യാൻ ദൗത്യമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ യാതൊരു യുദ്ധമൊന്നും അരങ്ങേറുന്നില്ല. മുസ്ലിങ്ങൾ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. പിന്നീട് അടുത്തതായിട്ട് അതേ ഹിജറ വർഷം 6 അരങ്ങേറിയ മറ്റൊരു സൈനിക പര്യടനം നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോവാണ്. അതിനിടയിൽ ചെറിയ ചെറിയ യുദ്ധമില്ലാത്ത ഉക്കാശ ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു ദൗത്യത്തിന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോവാണ്. ഹിജറ വർഷം 6 ശഅബാൻ മാസത്തിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ അങ്ങ് വടക്കേ അറ്റത്തുള്ള ധൂമത്തുൽ ജന്തലിലേക്ക് റസൂലുള്ളാഹി മറ്റൊരു സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട്. റസൂലുള്ളാഹി അയച്ച ഏറ്റവും ദൂരത്തേക്ക് അയച്ച ഒരു സംഘമായിരുന്നത്. കാരണം ഈ ഒരു പ്രദേശം അറേബ്യക്കും ഷ്യാമിനും അതായത് സിറിയക്കും ഇടയിലുള്ള ഒരു അതിർത്തി പ്രദേശമാണ്, റോമിൻ്റെ കീഴിലുള്ള ഒരു അതിർത്തി പ്രദേശം. അപ്പോൾ മദീനയിൽ നിന്നും 15 രാത്രികളോളം യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടെ എത്താൻ. അതേസമയം ഡമസ്കസിൽ നിന്നും 5 രാത്രികളുടെ യാത്രാ ദൂരമാണ്. അപ്പോൾ അതായത് അതിൻ്റെ മിഡിലിൽ വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇന്നത്തെ മോഡേൺ അറേബ്യയിൽ അൽജൗഫ് ഭാഗത്താണ് അതിരിക്കുന്നത്. ചരിത്ര നഗരമാണ്. പല ചരിത്ര ശേഷിപ്പുകളും ഖസ്റുൽ മാരിദ്, അതായത് മാരിദ് കൊട്ടാരം, അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ആ ഒരു മസ്ജിദ്, അതെല്ലാം അതേ രൂപത്തിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിർത്തി പ്രദേശം ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ട്, ഒരു വാണിജ്യ പാതയായിരുന്നു ഈ ധൂമത്തുൽ ജന്തൽ. വടക്കോട്ടും തെക്കോട്ടുമുള്ള കച്ചവട സംഘങ്ങളുടെ എല്ലാം പാതകൾ അവിടെ വെച്ചായിരുന്നു അവർ പരസ്പരം മുറിച്ചു കടന്നിരുന്നത്. അപ്പോൾ വാണിജ്യപരമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതേപോലെ ഞാൻ പറഞ്ഞു അവർ റോമൻ ഭരണകൂടത്തിൻ്റെ ഹിറാക്ലിയസിൻ്റെ ആ റോമൻ ഭരണകൂടത്തിന് കീഴിലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർ ക്രൈസ്തവരായിരുന്നു. ഉക്കൈദർ എന്നുള്ള ഒരു രാജാവിൻ്റെ കീഴിലുള്ള ഒരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല, ഖന്തക്ക് യുദ്ധത്തിന് മുമ്പ് ഹിജറ വർഷം 5 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തന്നെ ഒരു വലിയ സൈന്യത്തെ അങ്ങോട്ട് നയിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള കാരണമായിട്ട് ഇമാം വാഖിദി ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അവരെല്ലാം രേഖപ്പെടുത്തുന്നത് അവിടെയുള്ള ഭരണാധികാരി
മക്കയിലുള്ള ഖുറൈശികളുടെയും ഖൈബറിലുള്ള ജൂതന്മാരുടെ എല്ലാം സ്വാധീനത്താൽ മദീനയിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ, അതായത് ഓയിലും ധാന്യങ്ങളായിട്ടെല്ലാം പോകുന്ന കച്ചവട സംഘത്തെ എല്ലാം അവർ ശല്യപ്പെടുത്താനും ആക്രമിക്കാനും തുടങ്ങുകയാണ്. അതിനു പുറമെ ശക്തി സംഭരിച്ച് മദീനയെ രഹസ്യമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ളൊരു പദ്ധതിയും അവരൊരുക്കുന്നതായിട്ടുള്ളൊരു വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത്, ആ ഷാമിലേക്കുള്ള ആ വഴിയിൽ ഇത്തരത്തിലെ ശത്രുക്കൾ മുഴുവൻ സംഘടിക്കുന്നത് അതെല്ലാ അർത്ഥത്തിലും മദീനയ്ക്ക് വലിയ ഭീഷണിയാണ്. അതോടൊപ്പം ഈ രൂപത്തിലുള്ള കച്ചവട സംഘത്തെ മുഴുവൻ കൊള്ളയടിക്കുന്നത് മദീനയുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ഓളം വരുന്ന ഒരു സൈന്യമായിട്ട് ആ ധൂമത്തുൽ ജന്തലിലേക്ക് ഹിജ്റ വർഷം 5 റബീഉൽ അവ്വൽ മാസത്തിൽ പുറപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അതിനു വേണ്ടി പോകുന്ന ആ സമയത്ത് മദീനയുടെ ചുമതല ഏൽപ്പിക്കുന്നത് മറ്റൊരു സ്വഹാബി സിബാ ഇബ്നു അർഫത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പോൾ ഇതൊന്നും റാൻഡല്ല, വളരെ കൃത്യമായിട്ട് തെർബിയത്താണ് അതുവഴിയെല്ലാം റസൂലുള്ളാഹി നൽകുന്നത്. അപ്പോൾ നേരത്തെ പല സമയത്തും ഇതേ റോള് അന്ധനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് നൽകിയതായിട്ട് നമ്മൾ കണ്ടു. അതുവഴി വൈകല്യമുള്ള ആളുകൾക്ക് ആ സമൂഹത്തിൽ നൽകേണ്ട പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. ഈ സമയത്ത് ഈ വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അയാൾ ഔസിലും ഖസ്റജിലും പെട്ട മദീനക്കാരനും അല്ല, മക്കക്കാരനും അല്ല, അതായത് അൻസാരിയും അല്ല, മുഹാജിറും അല്ല. അത് രണ്ടും അല്ലാതെ ഒരല്പം കുപ്രസിദ്ധമായിട്ടുള്ള ആ ബനു ഗിഫാർ ഗോത്രക്കാരനായിരുന്നു. പക്ഷേ നല്ല കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കഴിവിന് നൽകുന്ന അംഗീകാരം, അതോടൊപ്പം അതിനേക്കാൾ ഉപരി അയാൾ ആക്കുക വഴി അമീർ, അതായത് നേതാവ് ആരായിരുന്നാലും അയാൾ നിങ്ങളുടെ നാട്ടുകാരനല്ലെങ്കിലും നിങ്ങളിൽ ഒരുവനല്ലെങ്കിലും നിങ്ങൾ അനുസരിക്കപ്പെടാൻ ബാധ്യസ്ഥനാണെന്നുള്ള വലിയ തെർബിയത്ത് ആ സൊസൈറ്റിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചുമതലയെല്ലാം നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ഓളം വരുന്ന ഒരു സൈന്യമായിട്ട് ധൂമത്തുൽ ജന്തലിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവർ പകൽ മുഴുവൻ വിശ്രമിച്ച് രാത്രിയിൽ യാത്ര ചെയ്യും. അതോടൊപ്പം വഴികാട്ടിയായിട്ട് ബനു അദ്ര ഗോത്രക്കാരനായിരുന്ന മദ്കൂർ എന്നുള്ളൊരു വ്യക്തിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടാണ്. അങ്ങനെ ദിവസങ്ങൾ യാത്ര ചെയ്ത് 10-15 ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവർ ആ ധൗമത്തുൽ ജന്തൽ എന്നുള്ള ആ ഒരു പ്രദേശത്തെത്താണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ ആ വരവിനെ സംബന്ധിച്ചുള്ള വിവരം നേരത്തെ തന്നെ അവിടത്തുകാർക്ക് മറ്റേതോ രൂപത്തിൽ ചാരന്മാർ വഴിയോ മറ്റോ ലഭിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അവിടെ എത്തിയ സമയത്ത് തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെയും യുദ്ധമൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഹിജ്റ വർഷം 6 ഖന്തക്കിന് ശേഷമുള്ള ഒരു കോണ്ടക്സ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ ഖന്തക്കിന് മുമ്പ് റസൂലുള്ളാഹി ശ്രമം നടത്തി, അതിൽ യാതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ഒരു സമയത്തും ആ ഒരു പ്രദേശം വലിയൊരു ത്രെട്ടായിട്ട് ഭീഷണിയായിട്ട് അവിടെ നിലകൊള്ളുന്നുണ്ട്. പ്രത്യേകിച്ച് ഖന്തക്കിൻ്റെ അനന്തരമുള്ളൊരു കോണ്ടക്സ്റ്റ് അങ്ങേറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഖന്തക്കിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ ആ ഖൈബറിലും മറ്റുള്ള ജൂതന്മാരായിരുന്നു. അവരാണ് മക്കയിലും മറ്റും പോയി ആ ശത്രുക്കളെല്ലാം സംഘടിപ്പിച്ച സഖ്യസേനയായിട്ട് വന്നത്. അതേ ജൂതന്മാർ ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ വീണ്ടും ഉപയോഗപ്പെടുത്താൻ, അത് മദീനയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കാനുള്ള സാധ്യതകളെല്ലാം കണക്കിലെടുത്ത് ആ ഒരു മിഷൻ റസൂലുള്ളാഹി പുനരാരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹിജ്റ വർഷം 6 ശഅബാൻ മാസത്തിൽ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി പിടിപ്പിക്കുകയാണ്. നമുക്കറിയാം അശറ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 ആളുകളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ശേഷം ഉണ്ടായ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷേ ഇന്നോ നാളെയോ ഒരു സൈന്യത്തോടൊപ്പം ഞാൻ നിങ്ങളെ അയക്കും, അത്രമാത്രം പറയാണ്. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അത് കേട്ടത് മുതൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്തായിരിക്കുമെന്ന് അറിയാൻ എനിക്കും കൗതുകമായി. പിറ്റേ ദിവസം നേരത്തെ തന്നെ ഞാൻ പള്ളിയിലെത്തി. ഫജ്ർ നമസ്കാരമായിരിക്കണം. റസൂലുള്ളാഹി നമസ്കാരാനന്തരം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് എൻ്റെ പിതാവ്, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ച് ആ ധൂമത്തുൽ ജന്തലിലേക്ക് പുറപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശം നൽകുകയാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് അദ്ദേഹത്തിന് തലപ്പാവെല്ലാം കെട്ടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആത്മവീര്യം ഉയർത്താൻ വേണ്ടി ആ രൂപത്തിലെല്ലാം ചെയ്ത് കയ്യിൽ പതാകയെല്ലാം നൽകി റസൂലുള്ളാഹി ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവരെ ആക്രമിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ പോരാടുക, ചതിക്കരുത്, വഞ്ചിക്കരുത്, അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്. ഈ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം റസൂലുള്ളാഹി നൽകി. അതേപോലെ തന്നെ റസൂലുള്ളാഹി തൻ്റെ കൈ പരത്തിക്കൊണ്ട് 5 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള താക്കീത് നൽകുന്നുണ്ട്. ഇബ്നു മാജയിൽ ഹദീസ് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് തഖൂ ഖംസൻ ഖബല യഹ്ല ബിക്കും. ഒന്നാമതായിട്ട് പറഞ്ഞു, ഒരു ജനത അളവ് കുറച്ചാൽ അല്ലെങ്കിൽ അളവിൽ കൃത്രിമം കാണിച്ചാൽ മറ്റുള്ളവന് ന്യായമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് അന്യായമായിട്ട് അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ക്ഷാമം കൊണ്ട് അല്ലെങ്കിൽ വിഭവങ്ങൾ കുറച്ചുകൊണ്ട് ആ ജനതയെ അള്ളാഹു പരീക്ഷിക്കും. വീണ്ടും രണ്ടാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ജനത കരാറ് ലംഘിക്കുകയാണെങ്കിൽ അവരുടെ ശത്രുവിന് അവർക്ക് മേൽ അധികാരം ചുമത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. മൂന്നാമതായിട്ട് ഒരു ജനത പാവങ്ങളുടെ അവകാശങ്ങൾ സക്കാത്ത് തടഞ്ഞു വെക്കുകയാണെങ്കിൽ
അള്ളാഹു അവർക്ക് മീതെ മഴ നിർത്തിവെക്കും. ആ നാട്ടിൽ കന്നുകാലികളുള്ളതുകൊണ്ട് മാത്രമാണ് അള്ളാഹു മഴ നൽകുന്നത്. നാലാമതായിട്ട്, ഒരു സമൂഹത്തിൽ മ്ലേച്ഛവൃത്തികൾ, ദുർവൃത്തികൾ പെരുകുന്ന സമയത്ത് അവിടെ പകർച്ചവ്യാധികൾ പ്രത്യക്ഷപ്പെടും. അതേപോലെ തന്നെ അഞ്ചാമതായിട്ട്, അവസാനമായിട്ട് പറഞ്ഞു, ഒരു ജനത ഖുർആൻ അനുസരിച്ചില്ലെങ്കിൽ അവർ വ്യത്യസ്ത കക്ഷികളായിട്ട് ഭിന്നിക്കും. അപ്പോൾ ഐക്യത്തിനുള്ള ഏറ്റവും വലിയ ആഹ്വാനം വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, ആ ഖുർആനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ആ പിടിപെടുന്നതോടുകൂടെ അവർ വ്യത്യസ്ത കക്ഷികളാകും. അത് മാത്രമല്ല പറഞ്ഞത്, അവരിലെ തന്നെ ചിലരുടെ പരാക്രമണത്തിന് വിധേയമാകും. അതും റസൂലുള്ളാഹി അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളെല്ലാം ലഭിച്ച് മദീനയിൽ നിന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തോടൊപ്പം ധൂമത്തുൽ ജന്തലിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ യാത്ര ചെയ്ത് അവസാനം അവർ ആ പ്രദേശത്തെത്തി. റസൂലുള്ളാഹി നിർദ്ദേശിച്ചതുപോലെ തന്നെ ആദ്യം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. 3 ദിവസത്തോളം അവിടെ താമസിച്ചു. അതിനിടയിൽ ആ ദഅവത്തുമായിട്ട്, ഇസ്ലാമിൻ്റെ ആശയമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ക്രൈസ്തവ നേതാവ് അസ്ലമുൽ അസ്ബഗ് ബിൻ അംർ, അയാളുടെ പേരതാണ്, അയാളുടെ ആ കൊട്ടാരത്തിലേക്ക് ചെന്ന് ആ ഇസ്ലാമിൻ്റെ ആദർശം മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് അങ്ങേയറ്റം ആകർഷകമായിട്ട് തോന്നി. അവർ ആ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ്. അത് ഏകദേശം നേരത്തെ എത്യോപ്യയിലേക്ക് ആ നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലാണ്. അതായത് മറ്റൊരു ക്രൈസ്തവ പ്രദേശത്ത് പോയി അവരുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ആദർശം അത് കേട്ട് അവർ സ്വീകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഉടനെ തന്നെ ആ വിവരം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കത്ത് മുഖേന അറിയിക്കുകയാണ്. അപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ നേതാവ് അസ്ലമുൽ അസ്ബഗ്, അയാളുടെ ഒരു മകൾ തുമാദിർ ബിൻ അസ്ബഗിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള റോയൽ ഇൻ്റർമാരേജുകൾ അത് പഴയകാലത്ത് പതിവായിരുന്നു. 2 രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ 2 പ്രദേശങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ളൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ചില സമയത്ത് അവർക്കിടയിലുള്ള ശത്രുത നിർവീര്യമാക്കാൻ വേണ്ടിയെല്ലാം അത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ സീറയിൽ തന്നെ നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ബനുൽ മുസ്തലഖിൽ ജുബൈർ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട വിവാഹം. അതേപോലെ തന്നെ ശത്രുത നിർവീര്യമാക്കാന്ന് പറയുമ്പോൾ അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം ചെയ്തിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം അതാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ച ധൂമത്തുൽ ജന്തലിൽ നിന്നും മദീനയിലേക്ക് തന്നെ തിരിക്കുകയാണ് ആ ഭാര്യയും കൂട്ടി. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടുകൂടി ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ അവർക്ക് ജനിച്ച കുട്ടിയാണ് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ഫലമായിട്ട് യാതൊരു യുദ്ധവും കൂടാതെ അറേബ്യയിലെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രദേശം ധൂമത്തുൽ ജന്തൽ അത് മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് വരാണ്. അപ്പോൾ ഇതെല്ലാം ഖുറൈശികളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം കാരണം തന്നെയാണ് പിന്നീട് അവർ ആ ഹുദൈബിയയിൽ സന്ധിയായിട്ട് അവർ കടന്നു വരാനുള്ള കാരണം. അപ്പോൾ ഇതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട നിയോഗം. ശേഷം ഇതേ മാസത്തിൽ തന്നെ ഷഅബാനിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 200 അംഗ സംഘത്തെ റസൂലുള്ളാഹി ഫദക്കിലേക്ക് അയക്കുന്നുണ്ട്. ഫദക്ക് മദീനക്കും ഖൈബറിനും ഇടയിലുള്ള പ്രദേശമാണ്. അവിടെയുള്ള സഅദ് ബിൻ ബക്കർ ഗോത്രം അവർ ജൂതന്മാരോടൊപ്പം ചേർന്ന് മദീനയെ ആക്രമിക്കാനുള്ള ചില പദ്ധതികൾ ഒരുക്കുന്ന ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞയച്ചത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവും സംഘവും അവിടെ എത്തിയപ്പോഴേക്കും അവർ രക്ഷപ്പെടുകയാണ്. അപ്പം അവിടെയും യുദ്ധമൊന്നും അരങ്ങേറുന്നില്ല, ഓടിച്ചു പോവാണ്. ഇതാണ് മറ്റൊരു ദൗത്യം ആ ഒരു മാസത്തിൽ അരങ്ങേറുന്നത്. പിന്നീട് അതേ വർഷം അരങ്ങേറുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൈനിക പര്യടനം സിറിയ, ഹിജ്റ വർഷം 6 ജമാദുൽ ഊലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത സ്വഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 170ഓളം പേരടങ്ങുന്ന ഒരു സംഘത്തെ അൽ ഐസ് മദീനയിൽ നിന്നും 4 ദിവസത്തെ വഴിദൂരം യാത്രാദൂരമുള്ള വടക്ക് ഭാഗത്തുള്ളൊരു പ്രദേശമാണ്, അങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും യുദ്ധമൊന്നും അരങ്ങേറുന്നില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതിൽ കടന്നു വരുന്നുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങോട്ട് അയക്കാനുണ്ടായ കാരണം ഷാമിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു ഖുറൈശി കച്ചവട സംഘത്തെ ഉന്നം വെച്ചായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞയച്ചത്. കാരണം ഖുറൈശികൾ വീണ്ടും മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖന്തക്കിന് ശേഷമുള്ള പശ്ചാത്തലമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് അവരെ ഉപരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് റസൂലുള്ളാഹി ഈ സംഘത്തെ പറഞ്ഞയക്കുന്നത്. അവർ വിജയകരമായിട്ട് ആ കച്ചവട സംഘത്തെ പിടികൂടി. ആ കച്ചവട സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബുൽ ആസ് ബിൻ റബിയയാണ്. അദ്ദേഹം ഖുറൈശികൾ അങ്ങേയറ്റം വിശ്വസ്തനായിരുന്നു. അപ്പോൾ പല ആളുകളും വിശ്വസിച്ചേൽപ്പിച്ച ചരക്കുകളായിട്ട് അദ്ദേഹം കച്ചവടത്തിന് പോയതാണ്. ഈ അബുൽ ആസ് ബിൻ റബിയ ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ട്, അദ്ദേഹം മറ്റാരുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ കൂടിയാണ്. അങ്ങനെ അവർ അദ്ദേഹത്തെ ബന്ദിയാക്കി മദീനയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ പോസ് ചെയ്ത് അബുൽ ആസ് ബിൻ റബിയയുടെ ചരിത്രം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്, ആ ഫുൾ പിക്ചർ കിട്ടാൻ വേണ്ടി. മക്കൻ സീറയിൽ ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് അവർക്ക് പിറന്ന ആദ്യത്തെ സന്താനായിരുന്നു സൈനബ് ബിൻത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ. ആ ഓർഡറിൽ പിന്നീട് റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ, ഈ 4 പെൺകുട്ടികളാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. അതിൽ സൈനബ് റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ നുബുവത്തിന് മുമ്പാണ്.
അങ്ങനെ ഈ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായപൂർത്തിയായ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു സഹോദരി ഹാല ബിൻത് ഖുവൈലിദ് അവരൊരു പ്രപ്പോസറായിട്ട് സമീപിക്കുകയാണ്. അവരുടെ മകൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബുൽ ബിൻ റബിയ സൈനബ് റളിയല്ലാഹു അൻഹയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം, അതിനുള്ളൊരു താല്പര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും അതിൽ താല്പര്യം തോന്നി. കാരണം അബുൽ ബിൻ റബിയ ഖുറൈശികളുടെ പേര് കേട്ട ബനു അബ്ദുഷംസ് ഗോത്രക്കാരനാണ്, അങ്ങേയറ്റം വിശ്വസ്തനാണ്, സൽഗുണ സമ്പന്നനാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കൂടി ആലോചിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. റസൂലുള്ളാഹി അവരുടെ ഒരു റിക്വസ്റ്റിന് നോ പറയാറുണ്ടായിരുന്നല്ലോ. റസൂലുള്ളാഹിയും അതിന് സമ്മതം മൂളി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകള് സൈനബ് റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ടും ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ മൗനം അവലംബിച്ചു. അത് കാരണം റസൂലുള്ളാഹിക്ക് അവരുടെ താല്പര്യം മനസ്സിലായി. അങ്ങനെ ആ ഒരു വിവാഹം അവിടെ അരങ്ങേറാണ്. നുബുവത്തിന് മുമ്പാണ് ആ ഒരു വിവാഹം അവിടെ നടക്കുന്നത്. അങ്ങനെ ഈ വിവാഹശേഷം അവർ താമസമെല്ലാം മാറി അത്യധികം സന്തോഷത്തോടു കൂടി ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. നുബുവത്ത് ലഭിച്ച ആ വേളയിൽ അബുൽ ബിൻ റബിയ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല, കച്ചവട യാത്രയ്ക്ക് വേണ്ടി പുറത്തു പോയതായിരുന്നു. ഖുറൈശികൾ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്യാമിലേക്കും മറ്റുള്ള കച്ചവട യാത്ര. അപ്പോൾ റസൂലുള്ളാഹി ഒരു ആദർശമായിട്ട് വന്ന ഉടനെ തന്നെ മകള് സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവായിട്ടൊന്നും കൂടി ആലോചിക്കാതെ ആ വിശ്വാസം സ്വീകരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അബുൽ ബിൻ റബിയ കച്ചവട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന ഉടനെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യാപിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ടറിയാം. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഭാര്യ ആ വിശ്വാസം സ്വീകരിച്ചതിൽ അദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ആ സമൂഹം മുഴുവനും സ്വന്തം ജനതയെ വഞ്ചിച്ച അല്ലെങ്കിൽ പൂർവ്വപിതാക്കളുടെ ആ വിശ്വാസം ഭാര്യയ്ക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞ വ്യക്തി എന്നെല്ലാം അവർ ആക്ഷേപിക്കുമെന്നുള്ള ആ ഒരു ദുരഭിമാനം കൊണ്ടൊന്ന് മാത്രം അബൂ താലിബിനെ പോലെ തന്നെ ആ വിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമായില്ല. പക്ഷേ ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് ആ സമൂഹത്തിൻ്റെ എതിർപ്പ് വർദ്ധിച്ചു വരാണ്. ഓർക്കുന്നുണ്ടാകും റസൂലുള്ളാഹിൻ്റെ മറ്റു രണ്ട് പെൺകുട്ടികൾ റുഖയ്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അവർ ആ രണ്ടാളുകളെയും അബൂലഹബിൻ്റെ രണ്ട് ആൺകുട്ടികൾ ഉത്ബ ഉതൈബ, ഈ രണ്ടാളുകളും വിവാഹം ചെയ്തിരുന്നു. റസൂലുള്ളാഹി ആ പ്രബോധനം ആരംഭിച്ചതോടുകൂടെ റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റ അമർഷം കാരണം ഈ രണ്ട് മക്കളെയും ത്വലാഖ് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അബുൽ ബിൻ റബിയക്കും ആ സമൂഹത്തിൽ നിന്നും പ്രഷർ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും സൈനബ് റളിയല്ലാഹു അൻഹയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധമായില്ല. കാരണം അത്രയേറെ അദ്ദേഹം ഭാര്യയെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് രണ്ട് സന്താനങ്ങൾ പിറക്കുന്നുണ്ട്. ഒന്ന് അലി, അതേപോലെ തന്നെ ഉമാമ. ഈ അലി റളിയല്ലാഹു അൻഹു അവർ കുട്ടിയായിരിക്കെ തന്നെ എന്തോ ഒരു പകർച്ചവ്യാധി ബാധിച്ച് അവർ മരണപ്പെടുന്നുണ്ട്. ശേഷം ഉമാമ റസൂലുള്ളാഹി ഈ പേരക്കുട്ടി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന പല സമയത്തും റസൂലുള്ളാഹി അവരോടൊപ്പം കളിച്ചത് സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ പോലും റസൂലുള്ളാഹി നമസ്കരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ തോളിലേറ്റിയതെല്ലാം സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു സൈഡ് നോട്ട്, ഈ ഉമാമ റളിയല്ലാഹു അൻഹയെ ഭാവിയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ എല്ലാം വഫാത്തിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമൂഹത്തിൽ നിന്നുള്ള പ്രഷറിനെല്ലാം അതിജയിച്ച് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാണ്. പിന്നീട് ഹിജ്റ കടന്നു വരികയാണ്. ഹിജ്റയുടെ സമയത്ത് വല്ലാത്തൊരു ക്രൈസിസ്. റസൂലുള്ളാഹിയും സംഘവും മദീനയിലേക്ക് പോയ സമയത്ത് മകളെ, പ്രത്യേകിച്ച് ആ ഗോത്രക്കാർ ആ മക്കളെ ഒന്നും വിട്ടുകൊടുക്കാൻ അവർ സന്നദ്ധമായില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി മകള് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവിനൊപ്പം മക്കയിൽ തന്നെ തങ്ങാനുള്ള അനുമതി റസൂലുള്ളാഹി നൽകുകയാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രതിസന്ധി നോക്കുക, അതായത് സ്വന്തം മക്കളെ ശത്രുക്കൾക്കിടയിൽ ഉപേക്ഷിച്ച് റസൂലുള്ളാഹിക്ക് പോകേണ്ടി വരികയാണ്. ശേഷം ഒരല്പം കൂടെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ബദർ വരികയാണ്, ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ ഖുറൈശികളുടെ നിർബന്ധം കാരണം ചില ആളുകൾ ആ സൈന്യത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി യുദ്ധത്തിന് തൊട്ടു മുമ്പ് അനുയായികളെ നിർദ്ദേശിച്ച സമയത്ത് ഉഖ്രിജു കർഹൻ ലാ ഹാജത ലഹും ഖിതാലിന, ചില ആളുകൾ നിർബന്ധപൂർവ്വം അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരെ നിങ്ങൾ വധിക്കരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചു. അതിൽ ഒരു വ്യക്തി ഈ പറയുന്ന അബുൽ ബിൻ റബിയാണ്, അതേപോലെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അത്തരത്തിലുള്ള ആളുകൾ. അങ്ങനെ യുദ്ധക്കളത്തിൽ, ബദറിൻ്റെ യുദ്ധക്കളത്തിൽ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അബുല്ലാസിനെ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടാണ്. അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഉഹുദ് യുദ്ധത്തിൽ ആ മലമുകളിൽ നിർത്തിയ ആ സൈന്യത്തിൻ്റെ നേതാവായിരുന്നു. അങ്ങനെ ബദർ യുദ്ധാനന്തരം യുദ്ധത്തടവുകാരോട് അഹ്സിനു ഇലൽ അസ്റ, ഏറ്റവും മാന്യമായിട്ട് പെരുമാറാൻ റസൂലുള്ളാഹി അനുയായികളോട് നിർദ്ദേശിച്ചു. അങ്ങനെ യുദ്ധത്തടവുകാരായിട്ട് പിടികൂടിയ ആളുകൾ, അവർ എഴുത്തും വായന അറിയാവുന്ന ശത്രുക്കൾ നിരക്ഷരരായിട്ടുള്ള മുസ്ലിങ്ങളെ പഠിപ്പിക്കുക, അതായിരുന്നു അവരുടെ മോചനദ്രവ്യം. അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ആളുകൾ സമ്പത്ത് നൽകി മോചനം നേടുക, ആ രൂപത്തിലുള്ള കണ്ടീഷനെല്ലാം റസൂലുള്ളാഹി ചുമത്തി. ഈ സമയത്ത് മക്കയിൽ സൈനബ് റളിയല്ലാഹു അൻഹ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. സ്വന്തം ഭർത്താവ് പിതാവായിട്ട് യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ തടവുള്ളിയായിട്ട് പിടികൂടിയിരിക്കുകയാണ്. ആ സമൂഹം മുഴുവൻ ആക്ഷേപിക്കാൻ തുടങ്ങി, മുഴുവൻ നിങ്ങളുടെ പിതാവ് കാരനാണ്, ആ രൂപത്തിലെല്ലാം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയാണ്. അങ്ങനെ അവസാനം സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിൻ്റെ മോചനദ്രവ്യമായിട്ട് കയ്യിലാകെ ഉണ്ടായിരുന്ന ആ ഒരു നെക്ലസ്, അതായത് ആ ഒരു മാല അവർ മോചനദ്രവ്യമായിട്ട് കൊടുത്തേക്കാണ് ജ്യേഷ്ഠൻ ആമിർ ബിൻ റബീൻ്റെ അടുത്ത്.
ആ മാല ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹ ദിനം അവർക്ക് സമ്മാനിച്ചതായിരുന്നു. അപ്പോൾ മോചനദ്രവ്യ തുക ആ ഒരു കിഴി എത്തിയ സമയത്ത് റസൂലുള്ളാഹി അത് തുറന്നു നോക്കിയതോടുകൂടി റസൂലുള്ളാഹി പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങേയറ്റം ഇമോഷണൽ ആവുകയാണ്. കാരണം ആ മാല കണ്ടതോടുകൂടെ മരണപ്പെട്ട പ്രിയതമയുടെ ഓർമ്മകൾ മുഴുവൻ റസൂലുള്ളാഹി അയവിറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സ്വഹാബികൾക്ക് കാര്യം മനസ്സിലായ റസൂലുള്ളാഹി പൊട്ടിക്കരയാണ്. ശേഷം ഒരു റിക്വസ്റ്റ് എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇൻഷിഅ്തും അത്ലഖ്തും ലഹ അസീറഹ വറദത്തും അലൈഹ ഖിലാദതഹ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിനെ നിങ്ങൾ റിലീസ് ചെയ്യുക, അതോടൊപ്പം അവർ നൽകിയ മാലയെ നിങ്ങൾ തിരിച്ചു നൽകുക. അപ്പോൾ നേതാവായിട്ടും റസൂലുള്ളാഹി അതിനുവേണ്ടി അവരോട് കൽപ്പിക്കല്ല, മറിച്ച് അഭ്യർത്ഥിക്കുക മാത്രമാണ്. കാരണം അദ്ദേഹം ഈ സമയത്ത് മറ്റൊരാളുടെ തടവുപുള്ളിയാണ്. അത് അയാളുടെ അവകാശമാണ്, അയാളുടെ തീരുമാനമാണ്. അപ്പോൾ റസൂലുള്ളാഹി ആ രൂപത്തിൽ പറഞ്ഞു. ഉടനെ തന്നെ അവരത് കേൾക്കാൻ സന്നദ്ധമായി. അങ്ങനെ അവർ അദ്ദേഹത്തെ റിലീസ് ചെയ്തു, ആ മാലയും കയ്യിൽ നൽകി. പക്ഷേ പോകുന്നതിന് തൊട്ട് മുമ്പ് റസൂലുള്ളാഹി മരുമകൻ അബുലാസിനെ വിളിച്ചുകൊണ്ട് ഒരു കണ്ടീഷൻ പറഞ്ഞു. നിങ്ങൾ എത്തിയ ഉടനെ തന്നെ മകൾ സൈനബിനെ തിരിച്ചയക്കണം, മദീനയിലേക്ക് അയക്കണം. കാരണം ആ സമയത്ത് അവിശ്വാസികളായിട്ട് വിവാഹബന്ധം പാടില്ല എന്നുള്ള ആ ഒരു വഹ്യ് ഖുർആനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പന റസൂലുള്ളാഹിക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ആ രൂപത്തിൽ തന്നെ ചെയ്യാമെന്ന് റസൂലുള്ളാഹിക്ക് വാക്കെല്ലാം നൽകി അബുല്ലാസ് മക്കയിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞ ആ ദിവസം മകളെ സുരക്ഷിതമായിട്ട് മദീനയിലേക്ക് എത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി രണ്ടാളുകളെ സെയ്ദ് ബിൻ ഹാരിസയും മറ്റൊരു സ്വഹാബിയെ അയച്ചു. അവർ മക്കയുടെ ബോർഡറിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അബുല്ലാസ് അങ്ങേയറ്റം വിഷമത്തോടു കൂടെ ഭാര്യയും മക്കളെയും ഒട്ടകപ്പുറത്തിരുത്തി അങ്ങോട്ട് യാത്രയാവാണ്. അപ്പോൾ പകൽ സമയത്ത് പരസ്യമായിട്ടാണ് അവർ പോകുന്നത്. കൂടെ ധൈര്യത്തിന് ഒരു സഹോദരൻ മല്ലനായിരുന്ന കിനാനത്ത് ബിൻ റബിയയും അബുല്ലാസ് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബദറിന് ശേഷമുള്ള കോണ്ടെക്സ്റ്റാണ്. ഖുറൈശികൾ അങ്ങേയറ്റം കലിപ്പിലാണ്. ഒരു പറ്റം ഖുറൈശികൾ വന്ന് അവരെ വഴി തടഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന ക്രൂരനായിരുന്ന ഹബ്ബാർ ബിൻ അസ്വദ് എന്നുള്ള വ്യക്തി സൈനബ് റളിയല്ലാഹു അൻഹ ഇരുന്ന ഒട്ടകത്തിൻ്റെ പിറകിൽ നിന്നും കുന്തം കൊണ്ട് ആഞ്ഞു കുത്താണ്. അപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ ഒട്ടകം കുടഞ്ഞു. ഉടനെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് നിന്ന് നിലത്തേക്ക് തെറിച്ച് വീഴാണ്. വയറ് നിലത്തടിച്ചാണ് വീഴുന്നത്. അവരാ സമയത്ത് ഗർഭിണിയായിരുന്നു. അതോടുകൂടെ രക്തസ്രാവം, ബ്ലീഡിങ് ഉണ്ടായി, അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടാവണം. അവർ തമ്മിൽ സംഘട്ടനായി. അപ്പോൾ ആ വാർത്ത അറിഞ്ഞ് ഉടനെ തന്നെ ഖുറൈശി ലീഡർമാർ അബൂ സുഫിയാനും മറ്റെല്ലാം ആ രംഗത്തേക്ക് എത്തി. അപ്പോൾ അവർ ആ പ്രശ്നം അവസാനം സംസാരിച്ച് ഒത്തുതീർപ്പാക്കി. അബുല്ലാസ് പ്രധാനപ്പെട്ട ഖുറൈശി തറവാട്ടുകാരനാണ്, അവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം അബൂ സുഫിയാനെ പോലെയുള്ള ചില സീനിയർ ലീഡർമാർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങളെന്തിനാണ് പരസ്യമായിട്ട് പറഞ്ഞയച്ചത്? ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയോ മറ്റോ നിങ്ങൾ അയക്കുക. ആ രൂപത്തിൽ നിർദ്ദേശിച്ചു. അതുപ്രകാരം അദ്ദേഹം അന്നത്തെ രാത്രി അവരെ പറഞ്ഞയച്ചു. സുരക്ഷിതമായിട്ട് അവസാനം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് എത്താൻ. അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ് റസൂലുള്ളാഹി തൻ്റെ മരുമകൻ അബുല്ലാസിന് നൽകുന്ന പ്രശംസാ വാക്കുകൾ. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഹദ്ദസനി ഫസദ്ദഖനി വവഅദനി ഫവഫാലി, അദ്ദേഹം എന്നോട് സംസാരത്തിൽ സത്യസന്ധത കാണിച്ചു, അതേപോലെ തന്നെ എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചതിന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ നമ്മൾ നേരത്തെ സീറയിൽ സൂചിപ്പിച്ചിരുന്നു. സീറയുടെ 64-ാമത്തെ എപ്പിസോഡിൽ ബദറിലുള്ള യുദ്ധത്തടവുകാരെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അത് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തതാണ്. ഇനിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരാണ്. അതായത് ഹിജ്റ വർഷം 6 സെയ്ദ് ബിൻ ഹാരിസ ഈ ഒരു കച്ചവട സംഘത്തെ പിടികൂടി മദീനയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും യുദ്ധത്തടവുകാരനായിട്ട് ഈ സമയത്ത് അബുല്ലാസ് മദീനയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മദീനയിൽ തടവുകാരനായിരിക്കെ ഒരിക്കലും രാത്രി എങ്ങനെയോ ആ തടവ് ചാടി പ്രഭാതത്തോട് അടുത്ത സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്താണ്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ കഥക് തുറന്ന ഒരു ഞെട്ടാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സൈനബ് റളിയല്ലാഹു അൻഹ വർഷങ്ങളോളം മറ്റൊരു വിവാഹമൊന്നും കഴിക്കാതെ തൻ്റെ പ്രിയതമൻ ഒരിക്കലെങ്കിലും ആ വിശ്വാസം സ്വീകരിച്ച് തന്നെ സ്വീകരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അത്രയും കാലം ജീവിച്ചതാണ്. അപ്പോൾ ഭർത്താവ് വന്ന് എന്നെ രക്ഷിക്കണം, ഞാൻ ഈ രൂപത്തിൽ തടവുപുള്ളിയായിട്ട് ഇവിടെ നിൽക്കുകയാണെന്നെല്ലാം സൈനബ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഉടനെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ ആ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി മുസ്ലിങ്ങളെല്ലാം പള്ളിയിൽ തടിച്ചുകൂടിയ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിലേക്ക് തക്ബീർ ചൊല്ലി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും സൈനബ് റളിയല്ലാഹു അൻഹ ഉറക്ക അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, ഞാൻ അബുല്ലാസിന് ഞാൻ സംരക്ഷണം നൽകിയിരിക്കുന്നെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയാൻ. ഇപ്പോൾ റസൂലുള്ളാഹി നമസ്കാരം പൂർത്തിയാക്കിയ ഉടനെ സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഹൽ സമീഅത്ത് മാ സമീഅത്ത്, ഞാൻ കേട്ടത് നിങ്ങളും കേട്ടോ? റസൂലുള്ളാഹി തനിക്ക് തോന്നിയതാണോ എന്ന് അത് വെരിഫൈ ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതേ റസൂലേ, ഞങ്ങളും കേട്ടു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി മാ അലിംതു ബിശൈഇൻ മിൻ ദാലിക്, അള്ളാഹുവാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ നിമിഷം വരെ എനിക്ക് യാതൊരു അറിവുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. അപ്പോൾ അവർ തെറ്റിദ്ധാരണ റസൂലുള്ളാഹി മാറ്റാണ്. ശേഷം മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി അയാൾ ഒരാൾക്ക് അഭയം നൽകിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾ അത് അംഗീകരിക്കേണ്ടതുണ്ട്. ആ അഭയം മാനിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്. അതായിരുന്നു നിയമം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് അവരെ ഉണർത്തിയതിന് ശേഷം റസൂലുള്ള നേരെ മകളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ നേരത്തെ അവിടെ നടന്ന സംഭവങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അദ്ദേഹം എന്നെ സമീപിച്ചത് അഭയം നൽകാൻ മാത്രമല്ല, അതേപോലെ തന്നെ നിങ്ങൾ പിടിച്ചെടുത്ത ആ സമ്പത്ത് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അതിലെന്തോ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്തു. അതോടൊപ്പം റസൂലുള്ളാഹി മകളോട് പ്രത്യേകം, അദ്ദേഹം അവിശ്വാസിയായിരിക്കുന്ന കാലത്തോളം നിനക്ക് അവർ അനുവദനീയ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണർത്തിയതിന് ശേഷം റസൂലുള്ളാഹി സ്വഹാബികളോട് ആ പിടിച്ചെടുത്ത അതെല്ലാം വിട്ടുകൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു. അതിൻ്റെ കാരണം റസൂലുള്ളാഹിക്ക് അതിലെന്തോ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്തു. അത് മുന്നോട്ട് കാണാൻ പോവാണ്. നേരത്തെ സുമാമ ബിൻ ഉസാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പോലെ തന്നെ റസൂലുള്ളാഹി സ്വഹാബികളെ വിളിച്ച് ആ സമ്പത്ത് മുഴുവൻ തിരിച്ചു നൽകാൻ വേണ്ടി റസൂലുള്ളാഹി ഉത്തരവിട്ടു. അപ്പോൾ അബുല്ലാസ് ആ സമ്പത്തുമായിട്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾക്കെല്ലാം അത് തിരികെ നൽകി, അമാനത്തുകളെല്ലാം തിരികെ നൽകി. അത് ക്ലിയർ ചെയ്തതിന് ശേഷം അദ്ദേഹം കഅബാലയത്തിന് സമീപത്ത് പോയിട്ട് ഉറക്കെ അദ്ദേഹം ഇസ്ലാം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം അദ്ദേഹം മദീനയിൽ തടവുകാരനായിരിക്കെ ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്, ആ തടവുകാരനെ നിർബന്ധിച്ച് അതല്ലെങ്കിൽ ഭാര്യയുടെ പ്രലോഭനം കാരണമല്ല ഇസ്ലാം സ്വീകരിച്ചതാണെന്ന് അവർ പറയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ രൂപത്തിൽ ചെയ്തത്. ഇസ്ലാം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് വീണ്ടും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒരു മുസ്ലിമും മുഹാജിറും ആയിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരാൻ, റസൂലുള്ളാഹിൻ്റെ സമീപത്ത് പോയി റസൂലുള്ളാഹി അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടി റസൂലുള്ളാഹിയും മകളെല്ലാം കാത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് പോയിട്ട് ആ കലിമ ചൊല്ലി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തെ മകളുടെ അടുത്തേക്ക്, ഭാര്യയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. വർഷങ്ങളുടെ ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് തൻ്റെ ഭർത്താവിനെ തിരികെ കിട്ടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദിൻ്റെയും അതേപോലെ തന്നെ അബൂദാവൂദിൻ്റെയും റിപ്പോർട്ട് പ്രകാരം ആ പഴയ വിവാഹ ഉടമ്പടി, ആ നിക്കാഹിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മകളെ അബുല്ലാസിൻ്റെ കൈകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഏറെ സന്തോഷത്തോടുകൂടി അവരുടെ ആ ദാമ്പത്യ ജീവിതം പുനരാരംഭിക്കുകയാണ്. പക്ഷേ ആ സന്തോഷം ഏറെ ഒന്നും നീണ്ടുപോകുന്നില്ല. 1-2 വർഷങ്ങൾക്കകം തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ അവർ രോഗബാധിതയാവാണ്. പിന്നീട് അവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. അപ്പോൾ നേരത്തെ ഒട്ടകപ്പുറത്തു നിന്നുള്ള വീഴ്ചയും മറ്റുമെല്ലാം കാരണം, അതിനേക്കാൾ ഉപരി അള്ളാഹിൻ്റെ വിധി എന്നോണം 2 വർഷങ്ങൾക്കകം തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം ഭർത്താവ് അബുല്ലാസ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. മരണപ്പെട്ട സമയത്ത് അദ്ദേഹം ആ മയ്യത്തും കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റേണ്ടി വന്നു എന്നുള്ളത്, അത്രയേറെ അദ്ദേഹം വിഷമിച്ചു. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആ മകളുടെ ആ മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഹിജ്റ വർഷം 6 സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പര്യടനവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന അബുല്ലാസ് ബിൻ റബിയയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ചരിത്രം. പിന്നീട് ഖന്തക്കിന് അനന്തരം ഏകദേശം ഈ സമയത്തായിട്ട് നടന്ന മറ്റൊരു ശക്തമായിട്ടുള്ള നടപടി, യുദ്ധക്കുറ്റവാളിയായിരുന്ന രാജ്യദ്രോഹിയായിരുന്ന സല്ലാം ഇബ്ൻ അബിൽ ഹുഖൈഖ്, അയാളുടെ കുനിയ വിളിപ്പേര് അബൂ റാഫി, അയാൾക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇയാൾ ആ ഖൈബർ ഭാഗത്തുണ്ടായിരുന്ന ബനൂ നദീർ ഗോത്രക്കാരനായിരുന്നു. അവിടെയുള്ള ഒരു കോട്ടയിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഓർക്കുന്നില്ല, ഖന്തക്കിൻ്റെ ഉത്ഭവം ആ ഭാഗത്തു നിന്നായിരുന്നു. അവിടെയുള്ള ഒരു പറ്റം ജൂതന്മാരാണ് മക്കയിൽ പോയി ഖുറൈശികളെയും മറ്റു ഇതര സഖ്യകക്ഷികളെയെല്ലാം ചേർത്ത് മദീനെ ആക്രമിച്ചത്. അപ്പം അതിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ ഈ വ്യക്തിയാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ട സാമ്പത്തിക സഹായം എല്ലാം അയാൾ നൽകി. അപ്പം അതിൽ ആ ഖന്തക്കിൽ പങ്കെടുത്ത പല സഖ്യഗോത്രങ്ങൾക്കും മുസ്ലിങ്ങളായിട്ടോ മദീനയായിട്ടോ യാതൊരു ശത്രുത ഉണ്ടായിരുന്നില്ല. അവർ ആ സമ്പത്ത് മാത്രം മോഹിച്ചായിരുന്നു കൂടെ കൂടിയത്. അപ്പം അത്തരം ഗോത്രങ്ങൾക്കെല്ലാം വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകി. പ്രത്യേകിച്ച് ഗത്ഫാൻ പോലെയുള്ള ആ ഗോത്രങ്ങളെല്ലാം വലിയ പ്രലോഭനങ്ങൾ നൽകി കൂടെ കൂട്ടി അയാൾ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മദീനക്കെതിരെ ഇളക്കി വിടുകയാണ്. അപ്പം അള്ളാഹിൻ്റെ സഹായം കൊണ്ടൊന്നും മാത്രമാണ് ഖന്തക്കിൽ യാതൊന്നും സംഭവിക്കാതെ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഇയാൾ ഇനിയും അടുത്ത അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വഹീൽ ബുഖാരിയിൽ ഈ ഒരു സംഭവം വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ വക്കാന അബൂ റാഫി യുഅ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുഈനു അലൈഹി, റസൂലുള്ളാഹിനെ അയാൾ നിരന്തരം ഉപദ്രവിച്ചു. റസൂലുള്ളാഹിക്കെതിരെ അയാൾ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ നിലക്ക് നിർത്തേണ്ടത് ആ സമയത്ത് അനിവാര്യമായിട്ടുള്ളൊരു നടപടിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മദീനയിലെ അൻസാറുകളിൽ നിന്ന് ആ ഖസ്റജ് ഗോത്രക്കാരാണ് ആദ്യം മുന്നോട്ട് വരുന്നത്. കാരണം ഒരല്പം മുമ്പ് സമാനമായിട്ട് കഅബ് ബിൻ അശ്റഫായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിധി നടപ്പിലാക്കാനുള്ള ചുമതല ഔസ് ഗോത്രത്തിനായിരുന്നു. അപ്പോൾ ഞങ്ങളും മോശക്കാരല്ല, ഞങ്ങൾക്കും വേണം. ആ രൂപത്തിൽ ആ ഖസ്റജ് ഗോത്രക്കാർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു മിഷന് വേണ്ടി റസൂലുള്ളാഹി ഒരു 5 അംഗ സംഘത്തെ അബ്ദുല്ലാഹി ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ സംഘത്തിൻ്റെ തലവനാക്കിയത് അത് റാൻഡായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നില്ല, മറിച്ച് അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. അയാൾക്ക് ആ ഖൈബർ ഭാഗത്തുണ്ടായിരുന്ന ആ ജൂതന്മാരുടെ ആ ഭാഷ ഹീബ്രോ മറ്റോ വളരെ ഫ്ലുവൻ്റായിട്ട് അറിയായിരുന്നു. അപ്പോൾ ആ ദൗത്യത്തിന് അത് അനിവാര്യമായിരുന്നു. അങ്ങനെ അവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആ ഖൈബർ ഭാഗത്ത് എത്തുകയാണ്. അപ്പോൾ അവർ നേരത്തെ തന്നെ ഉച്ചതിരിഞ്ഞ സമയത്ത് അവിടെ എത്തുകയാണ്. അപ്പോൾ പഴയ കാലങ്ങൾ പ്രധാനപ്പെട്ട പട്ടണങ്ങൾക്ക് കോട്ടകൾക്കെല്ലാം ഒരു പ്രധാന കവാടം, ഒരു ഗേറ്റ് ഉണ്ടാകും. സന്ധ്യാസമയത്ത് അവരത് അടക്കും.
അപ്പോൾ ആ ഒരു സമയമാകുന്നത് വരെ അവർ മറ്റെവിടെ ഇരുന്ന് അടക്കുന്നതിന് തൊട്ടു മുമ്പ് ആ കാവൽക്കാരൻ കാണുന്നൊരു മാക്സിമം ദൂരത്ത് പോയി നിന്ന് അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മൂത്രമൊഴിക്കുന്ന ഭാവത്തിൽ അവിടെ ഇരുന്നു. അപ്പോൾ ശത്രുവായിട്ടൊരു വ്യക്തിയാണെങ്കിൽ രഹസ്യമായിട്ടാണ് വരിക, ഈ രൂപത്തിൽ പരസ്യമായിട്ട് കടന്നു വരില്ല. അപ്പോൾ ആ ഒരു ധാരണ അദ്ദേഹം സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ കാവൽക്കാരൻ ദൂരെ നിൽക്കുന്ന അയാളോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, അബ്ദുള്ള ഇൻ കുൻത തുരീദു അൻ തദ്ഖുല ഫദ്ഖുൽ, നിങ്ങൾ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കിടക്കുക, ഞാൻ ഈ വാതിലടക്കാൻ പോവാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എല്ലാം ആ വാതിലിനകത്തേക്ക് കിടക്കുകയാണ്. ശേഷം ഈ കാവൽക്കാരൻ ആ ഗേറ്റ് പൂട്ടി അതിൻ്റെ താക്കോൽ ആ കോട്ടക്കകത്തൊരു കൊളുത്തിൽ വെക്കുകയാണ്. എന്നിട്ട് അയാൾ പോവാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു എവിടെയോ ഒളിച്ചിരുന്ന് കാണണം. ഒരല്പസമയത്തിന് ശേഷം അദ്ദേഹം എല്ലാം വന്ന് ആ താക്കോലെടുത്ത് തുറന്ന് മറ്റുള്ള ആളുകളെ കൂടെ അകത്ത് കയറ്റുകയാണ്. പിന്നീട് ഈ അകത്തുള്ള വലിയ ഏരിയയിൽ നിന്നും അബൂ റാഫി വസിക്കുന്ന ഇടം അവർ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം അതിസാഹസികമായിട്ടായിരിക്കണം അവർ നിർവഹിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ അതിനകത്തൊരു വലിയ മാളികപ്പുരയിലായിരുന്നു വസിച്ചിരുന്നത്. അയാൾ ആ ഗാങ്ങിനോടൊപ്പം അവിടെ രാക്കഥ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഇവർ രഹസ്യമായിട്ട് ആ കോണി കയറിപ്പോയി അയാളെ അവിടെ വെച്ച് വകവരുത്തുകയാണ്. ശേഷം തിരിച്ചവർ ആ കോണിപ്പടി ഇറങ്ങുന്ന സമയത്ത് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിലത്താണെന്ന് കരുതി കാല് വെച്ചു. പക്ഷേ കാല് തന്നെ അദ്ദേഹം വീഴുകയാണ്. കാല് തന്നെ വീണ് അദ്ദേഹത്തിൻ്റെ കണങ്കാല് പൊട്ടുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് നടക്കാനും കഴിയുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ തലപ്പാവ് ഊരി ആ കാല് കൂട്ടിക്കെട്ടി മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ താങ്ങിയെടുത്തിട്ടാണ് അവർ ആ ശത്രുക്കളുടെ ആ ഏരിയയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം അവരെ ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ച് അതിസാഹസികമായിട്ട് അവർ മദീനയിൽ തിരിച്ചെത്താണ്. ശേഷം റസൂലുള്ളാഹിനെ പോയി കണ്ടു ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹ് കാല് ശ്രദ്ധിച്ച സമയത്ത് അദ്ദേഹത്തോട് ആ കാല് നീട്ടാൻ പറഞ്ഞു. ശേഷം മസഹഹ, റസൂലുള്ളാഹ് അതിൽ തടവി. അതോടുകൂടെ യാതൊരു കേടും സംഭവിക്കാത്തതുപോലെ ആ കാല് പൂർവ്വസ്ഥിതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം ഇതാണ് ആ സമയത്തുണ്ടായ അബൂ റാഫിയുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ആ സമയത്ത് അരങ്ങേറിയ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിക പര്യടനം സരിയത്തുൽ ഖബത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഖബത്ത് എന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ ഇലയാണ്. അതിലേക്ക് നമ്മൾ വരും. അതും മക്കയിലുള്ള ഖുറൈശികളെ സാമ്പത്തികമായിട്ട് ഉപരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 300 അംഗ സംഘത്തെ റസൂലുള്ളാഹി സീഫുൽ ബഹർ എന്നുള്ള ആ ഒരു പ്രദേശത്തേക്ക് അയക്കുകയാണ്. ആ ഖുറൈശി കച്ചവട സംഘത്തെ നിരീക്ഷിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഒരു സംഭവം സ്വഹീൽ ബുഖാരിയിൽ വിശദമായിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തി ദിവസങ്ങൾ പിന്നിടാണ്. അവർ ഖുറൈശികളെ ഒന്നും കണ്ടില്ല. അവർ പ്രതീക്ഷിച്ചതിൽ അപ്പുറം സമയം നീണ്ടുപോവാണ്. അപ്പോൾ അതോടുകൂടി അവരുടെ കയ്യിലുള്ള ഭക്ഷണ സപ്ലൈ എല്ലാം കഴിഞ്ഞു. ആ സമയത്ത് ആ സൈന്യാധിപനായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മൊത്തം സൈന്യത്തോട് അവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും ശേഖരിച്ച് അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളും അവർ മൊത്തം അവരുടെ കയ്യിലുണ്ടായ ഈത്തപ്പഴം ഒറ്റെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചു. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നും അല്പമായിട്ട് ഓരോ ദിവസം കൃത്യമായിട്ട് വീതം വെച്ച് ഓരോ ആളുകൾക്കും ആ റേഷൻ ആ സപ്ലൈ നൽകി. അങ്ങനെ ആദ്യത്തിൽ അവർക്ക് ഒരു അല്പമെല്ലാം കിട്ടിയിരുന്നു. പിന്നീട് ആ സപ്ലൈ കുറയുന്നതിനനുസരിച്ച് പിന്നീട് അത് 3 ഈത്തപ്പഴമായി, അവസാനം 2ആയി, പിന്നീട് 1 ഈത്തപ്പഴം മാത്രമായി. ഒരു ദിവസം 1 ഈത്തപ്പഴം മാത്രമാണ് അവർക്ക് ഭക്ഷണമായിട്ട് ലഭിച്ചത്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് ഞങ്ങൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ കുരു അത് വൈകുന്നേരം വരെ വായിലിട്ടത് കുട്ടികൾ മിഠായി എല്ലാം തിന്നുന്നത് പോലെ അത് നുണഞ്ഞ് അവസാനം വെള്ളം കുടിച്ച് കിടക്കുമെന്നുള്ള ആ രൂപത്തിൽ പട്ടിണിയിലേക്ക് എത്തി കാര്യങ്ങൾ. അങ്ങനെ അവസാനം അതും കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആ വഴിയിലുണ്ടായിരുന്ന ആ വൃക്ഷത്തിൻ്റെ ഖബത്ത്, ആ വൃക്ഷത്തിൻ്റെ ഇലകൾ വടികൊണ്ട് അടിച്ചു പൊടിച്ച് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഞങ്ങൾ തിന്നേണ്ടി വന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പര്യടനത്തിന് സരിയത്തുൽ ഖബത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം. ഇലകൾ ഭക്ഷിച്ച ആ സൈന്യം അല്ലെങ്കിൽ ജയ്ഷുൽ ഖബത്ത് എന്നുള്ള പേരിലെല്ലാം ഈ ഒരു പര്യടനം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളോളം ഈ വിശപ്പെല്ലാം സഹിച്ച് അങ്ങേയറ്റം അപശരായിട്ട് അവർ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ ഒരു കടൽ തീരത്തിൻ്റെ ആ ഭാഗത്തെത്തിയ സമയത്ത് അങ്ങ് ദൂരെ കടൽ തീരത്തൊരു വലിയ കൂറ്റൻ മൺകൂന പോലെ എന്തോന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അവർ ആകാംക്ഷയോടുകൂടി ആ ഭാഗത്തേക്ക് പോയി നോക്കി. അടുത്തെത്തിയ സമയത്ത് അത് ഭീമാകാരനായിട്ട് ഒരു കൂറ്റൻ തിമീങ്കല അമ്പർ അത് ചത്ത് കരക്കടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊരു ശവമാണ്, അത് ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് ആ വിഷയത്തിലുള്ള മാർഗ്ഗനിർദ്ദേശം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞു, നമ്മൾ അള്ളാഹിൻ്റെ ദൂതന്മാരാണ്, നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വല്ലാത്തൊരു നിർബന്ധാവസ്ഥയിലാണ്. കാരണം അവർ പട്ടിണി അങ്ങേയറ്റം സഹിക്കുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും ഭക്ഷിച്ചുകൊള്ളുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ്. അങ്ങനെ ആ ഒരു അനുമതി ലഭിച്ചതോടുകൂടി അവർ പോയി ആ തിമീങ്കലത്തിൻ്റെ മാംസം മുറിച്ചെടുത്ത് അവർ ഭക്ഷിക്കാൻ തുടങ്ങി. അത് കൂറ്റൻ തിമീങ്കലായിരുന്നു. അതിൻ്റെ ഒരു വലിപ്പം റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഐ സോക്കറ്റ്, അതിൻ്റെ ആ ഒരു കൺകുഴിയിൽ 10-12 ആളുകൾക്ക് ഇരിക്കായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ആ നിവർത്തി വെച്ച വാരിയലിനുള്ളിലൂടെ ഒരൊട്ടകപ്പുറത്ത് ഒരാൾക്ക് ഇരുന്ന് അതിനകത്തുകൂടെ തല മുകളിൽ തട്ടാതെ തന്നെ അതിനകത്തുകൂടെ കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. അത്രയും ഭീമാകാരനായിട്ടൊരു തിമീങ്കലം. അപ്പോൾ നമുക്കറിയാം ലോകത്ത് ഏറ്റവും വലിയ ജീവി, അതിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് വായിച്ചൊരു ഫാക്റ്റ് ഓർക്കുന്നത്, തിമീങ്കലത്തിൻ്റെ ഹൃദയം ലോകത്തെ ഏറ്റവും വലിയ ഹൃദയം, അത്
200 കിലോഗ്രാമിനധികമാണ് അത്ര അതിൻ്റെ ഭാരം. ഒരു മനുഷ്യന് കൃത്യമായിട്ട് അതിന് ഉള്ളിൽ പോയിരിക്കുക എന്നുള്ളത്. അത്രയും ഭീമാകാരമായിട്ടുള്ള ജീവിയാണ്. അങ്ങനെ അവർ അവിടെ തന്നെ ആ മാംസം എല്ലാം പൊട്ടിച്ച് അവിടെ തന്നെ ഒരല്പ ദിവസങ്ങൾ കൂടെ സ്വഹീൽ ബുഖാരിയുള്ള റിപ്പോർട്ടിൽ പിന്നീട് 10-18 ദിവസത്തോളം അവർ ആ മാംസം എല്ലാം ഭക്ഷിച്ച് അവിടെ തന്നെ തങ്ങി. ചില ആളുകൾ അവർ നന്നായിട്ട് ഭക്ഷണമെല്ലാം കിട്ടിയപ്പോൾ ചില ആളുകൾ തടിയെല്ലാം വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവരതിൻ്റെ ഒരു അല്പം മാംസം കയ്യിലും സൂക്ഷിച്ച് ആ ദൗത്യം അവസാനിപ്പിച്ച് അവർ മദീനയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അവിടെയും യാതൊരു യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് മദീനയിലെത്തി റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളെന്താണ് ഇത്ര വൈകിയത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികളെ പിന്തുടരായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. പ്രധാനമായിട്ട് അവർ പറഞ്ഞത് തിരികെ വരുന്ന വഴിയിൽ ആ തിമീങ്കലത്തെ കണ്ടതും അത് ഭക്ഷിച്ചതെല്ലാം അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പം അത് കേട്ട റസൂലുള്ളാഹി പ്രതികരിച്ചത്, കുലു റിസഖൻ അഖ്റജഹുല്ലാ, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആഹാരമാണ്, അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മാംസം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അപ്പോൾ അവർ ഉടനെ തന്നെ നേരത്തെ ശേഖരിച്ച ഒരല്പം മാംസം റസൂലുള്ളാഹിക്ക് നൽകുകയാണ്. റസൂലുള്ളാഹി അത് പരസ്യമായിട്ട് അവിടെ വെച്ച് ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ സീറയിൽ ഈ ഒരു സമയത്തല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഒരുപക്ഷെ അതെല്ലാം ഭക്ഷ്യയോഗ്യമാണെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടെയാകണം ഈ ഒരു സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ, പേര് തന്നെ ഭക്ഷണ തളിക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തിൽ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു ഹറാമായിട്ടുള്ള ഭക്ഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, നിങ്ങൾക്ക് ശവം, രക്തം, അതേപോലെ തന്നെ പന്നി മാംസം ഇതെല്ലാം നിഷിദ്ധാണ്, ഹറാമാണ്. അപ്പോൾ അവിടെ ആ ശവം എന്നുള്ളതിൽ നിന്നും മത്സ്യങ്ങളെയും ജലജീവികളെയും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതേ സൂറത്തിൻ്റെ 96-ാമത്തെ ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഉഹില്ലലക്കും സ്വൈദുൽ ബഹരി വ തുആമുഹു, സമുദ്രവേട്ടയും അതിലുള്ള ആഹാരവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തഫ്സീറുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടെ സ്വൈദുൽ ബഹർ സമുദ്രവേട്ട എന്ന് വെച്ചാൽ ആ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്തോ നിങ്ങൾ വേട്ടയാടി പിടിക്കുന്നത്. അതേസമയം തുആം എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ സമുദ്രത്തിൽ വെച്ച് ജീവന് പോയത് അല്ലെങ്കിൽ കരക്കടിഞ്ഞതെല്ലാം അതിനകത്ത് വരുന്നുണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് ഇമാം അഹ്മദും തുർമുദിയെല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ കടൽ വെള്ളത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലുൽ മൈതത്ത്, അതിലെ വെള്ളം പരിശുദ്ധമാണ്, അതേസമയം അതിലുള്ള ശവം നിങ്ങൾക്ക് അനുവദനീയമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വിശദീകരിച്ച ഒരു സംഭവം, അതിനുള്ള ഒരു തെളിവ് കൂടെയാണ്. ഇതാണ് ശരീഅത്തുൽ ഖബത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ യുദ്ധമൊന്നുമില്ല നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. ഇനി അവസാനമായിട്ട് ഈ ഒരു ഭാഗത്ത് ഹിജ്റ വർഷം 6 ശവ്വാൽ മാസത്തിൽ ഇറങ്ങേറിയ ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നിയോഗം, അതൊരു യുദ്ധമൊന്നുമല്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശവ്വാൽ മാസത്തിൽ മദീനയിലേക്ക് ഉക്കൽ ഉറൈന ഈ 2 ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ വന്ന് അവർ റസൂലുള്ളാഹിനെ സമീപിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചെല്ലാം ചോദിച്ചു. അത് കേട്ടതിന് ശേഷം അവർ ഇസ്ലാം സ്വീകരിക്കാനുള്ള സന്നദ്ധതയെല്ലാം അറിയിച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഓ പ്രവാചകർ, ഞങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല, അതുകൊണ്ട് ചില രോഗം ബാധിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള യാതൊരു ഉപാധിയില്ല, അതിനും എന്തെങ്കിലും ചെയ്തു തരണമെന്ന് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അവർക്ക് വേണ്ട ചികിത്സ നൽകാനുള്ള നിർദ്ദേശം നൽകി. അതേപോലെ തന്നെ അവർക്ക് ജീവിതോപാധിയായിട്ട് ഒരു 10 ഒട്ടകത്തെയും ഒരു ഇടയനെ എല്ലാം റസൂലുള്ളാഹി അവരുടെ കൂടെ അയച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മൊത്തം ഒരു ചതിയായിരുന്നു. നേരത്തെ റിജി സംഭവം പോലെ തന്നെ ഈ വ്യക്തികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറഞ്ഞയച്ച ആ പാവം ഇടയനെ അവർ ക്രൂരമായിട്ട് വധിച്ച് നൽകിയ ഒട്ടകങ്ങളെ മോഷ്ടിച്ച് അവർ മദീനയിൽ നിന്നും കടന്നു കളയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ റസൂലുള്ളാഹി ഉടനെ തന്നെ ഖുർസ് ബിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 അംഗ സംഘത്തെ അവരെ പിടികൂടാൻ വേണ്ടി റസൂലുള്ളാഹി പിറകിൽ പറഞ്ഞയച്ചു. അപ്പോൾ അവർ പിന്തുടർന്നു പോയി തേടിപ്പിടിച്ച് ഈ ആളുകളെ മദീനയിൽ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ അവർ വിശ്വാസവഞ്ചന നടത്തിയിരിക്കുകയാണ്, മോഷ്ടിച്ചിരിക്കുകയാണ്, അതോടൊപ്പം ക്രൂരമായിട്ട് ഒരാളെ വധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തുല്യമായിട്ടുള്ള പ്രതികാരം, ആ വധശിക്ഷ അവർക്ക് മീതെ റസൂലുള്ളാഹി നടപ്പിലാക്കുകയാണ്. ചില മുഫസ്സിറുകൾ സൂറത്തുൽ മാഇദയിൽ തന്നെ കടന്നു വരുന്ന 33-ാമത്തെ ആയത്തെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസാനമായിട്ട് അരങ്ങേറുന്ന ഹിജ്റ വർഷം 6 ശവ്വാൽ മാസത്തിൽ നടന്ന ആ ഒരു പര്യടനം. അപ്പോൾ ഇത്തരം വിധികൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സൈനിക നടപടികളെല്ലാം വഴി മദീന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇനിയും ആക്രമിക്കാൻ ഗൂഢപദ്ധതി ഒരുക്കുന്ന ഖുറൈശികൾക്കും മറ്റുള്ള ആളുകൾക്കെല്ലാം ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് കൂടെ റസൂലുള്ളാഹി കൈമാറുമായിരുന്നു. അപ്പോൾ ഹന്തക്കിന് ശേഷം ഇടക്കാലത്ത് നടന്ന ഇത്തരം ശക്തമായിട്ടുള്ള ചില സൈനിക നടപടികളുടെ എല്ലാം ഫലമായിട്ട് ഇനിയും മുസ്ലിങ്ങളെ വഞ്ചിച്ചും അല്ലെങ്കിൽ യുദ്ധം ചെയ്തും കീഴടക്കാനാകുമെന്നുള്ള പ്രതീക്ഷ മക്കക്കാർക്കും മറ്റുള്ള ആളുകൾക്കെല്ലാം പതുക്കെ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ പരോക്ഷമായിട്ടുള്ള അവരുടെ പ്രഖ്യാപനമായിരുന്നു വരാനിരിക്കുന്ന ഹുദൈബിയ സന്ധി. അതിലൂടെ ഇസ്ലാമിൻ്റെ ശക്തിയെ അവർ പോലും അറിയാതെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാവാണ്. എന്താണ് ആ ഹുദൈബിയയുടെ ചരിത്രം? സീറയിലേറെ കാത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അധ്യായം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം
അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.